എടുക്കാൻ പോകുന്നത് ക്ലാസ് 10 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ആണ്. സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് കുറച്ചധികം ബേസിക് ആയിട്ട് കുറച്ച് ടേംസ് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. അപ്പൊ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ക്ലാസ്സസിലുള്ള ഫിസിക്സ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ആദ്യം ഏത് ക്ലാസ് ആണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അത് അറിയിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഇതിൽ പഠിക്കാനുള്ളത് ഓസിലേറ്ററി മോഷൻ ആണ്. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് നമ്മൾ മോഷൻസ് കാണുന്നുണ്ട്. ഇതിൽ പലതും ഓസിലേറ്ററി മോഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളെ ക്ലോക്കിലുള്ള പെൻഡുലം കിടന്ന് ആടുന്നത് കണ്ടിട്ടില്ലേ? അത് ഓസിലേറ്ററി മോഷൻ ആണ്. അതേപോലെ തന്നെ പല പല മോഷൻസ്, ഇപ്പൊ ഊഞ്ഞാല് സൈഡിലേക്ക് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് ഓസിലേറ്ററി മോഷൻ ആണ്. അതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഇതൊരു ജസ്റ്റ് സിമ്പിൾ പെൻഡുലാന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ പെൻഡുലം ആദ്യം റെസ്റ്റിലായിരുന്നു, പിന്നീട് അതിനെ ടു ആൻഡ് ഫ്രോ അതിങ്ങനെ കിടന്നാടുകയാണ്. ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെൻഡുലം അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ആദ്യം എയിലേക്ക് പോയി, തിരിച്ച് മെയിനിലെത്തി, അങ്ങോട്ട് പോയി, തിരിച്ച് നമ്മുടെ ഈ മെയിൻ പൊസിഷനിൽ എത്തുമ്പോൾ എന്തായി? അതിന് ഒരു ഓസിലേഷൻ ആയിട്ട് കണക്കാക്കാം. ആദ്യം എന്താണ് ഓസിലേഷൻ നമുക്ക് നോക്കാം. Oscillation is a periodic motion where an object moves to and fro at regular intervals about its equilibrium position. അതായത് ഓസിലേഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടേം എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഓസിലേഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ പീരിയോഡിക് മോഷൻ ആണ്, കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന മോഷൻ ആണ്. ഈ ഒബ്ജക്റ്റ് കണ്ടോ, ഈ ഒബ്ജക്റ്റ് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. എന്നിട്ട് എവിടെ നിന്നാണ്? എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതാണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായ ഇടവേളകൾ വിട്ട് നടക്കുന്ന മോഷനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഇത് ഇനീഷ്യൽ ഫ്രീ സ്റ്റേറ്റ് പൊസിഷൻ. അതായത് ആദ്യം ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ പറഞ്ഞാൽ ഈ പൊസിഷനിൽ ഇത് റെസ്റ്റിലാണല്ലോ. ഈ റെസ്റ്റിലായിട്ട് അതിന്റെ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷൻ ഏതാണോ അതാണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്നാണ് എല്ലാ മോഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. നമ്മൾ ഓസിലേറ്ററി മോഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാടധികം ടേംസ് ആദ്യം മനസ്സിലാക്കി വെക്കണം. അത് തറോ ആയാൽ മാത്രമാണ് നമുക്ക് ഫർദർ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് നോക്കുന്ന സമയത്ത് ഇത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ആണ്. ഇതാണല്ലോ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്ന് നമ്മളിപ്പോൾ എയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അത് ഒരു സൈഡിലേക്ക് അത് പോകുന്നുണ്ട്. അത് എത്രത്തോളം പോകുന്നുണ്ട്, ആ ഡിസ്പ്ലേസ്മെന്റ്, അത് മാക്സിമം, അതിന് എത്രത്തോളം മാക്സിമം അതിന് ആ ഒരു പോയിന്റിൽ എത്താൻ പറ്റും, അതിന്റെ ആ ഒരു അളവിനെയാണ്, ആ ഒരു മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറയുന്നത്. മെയിൻ പൊസിഷനിൽ നിന്ന് എത്രത്തോളം ഒരു ബോഡിക്ക് ഒരു സൈഡിലേക്ക് ഓസിലേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ടേംസ് ആണ് പീരീഡ്, ഫ്രീക്വൻസി. പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന് ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ടി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എഫ് ആണ്. എന്താണ് പീരീഡ്? ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. SI യൂണിറ്റ് സെക്കൻഡ് എസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ഓസിലേറ്റ് ചെയ്ത് തിരിച്ച് ആ മെയിൻ പൊസിഷനിൽ നിന്ന് എത്തുമ്പോഴാണല്ലോ ഒരു ഓസിലേഷൻ ആവുക. ആ ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം എത്രയാണ്? ആ ടൈമിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ. അതിന്റെ SI യൂണിറ്റ് സെക്കൻഡ്, കാരണം അത് ടൈം ആയതുകൊണ്ടാണ് സെക്കൻഡ് ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ എസ്. ഇനി അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ്. അതായത് മൊത്തം എത്ര സമയം അത് എടുത്തു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 10 സെക്കൻഡ് എടുക്കാം. ടോട്ടൽ ടൈം 10 സെക്കൻഡ് ഡിവൈഡഡ് ബൈ അതിനുള്ളിൽ 10 സെക്കൻഡിനുള്ളിൽ അത് കംപ്ലീറ്റ് ഓസിലേഷൻ എടുത്തു. ചിലപ്പോൾ 5 ഓസിലേഷൻ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ 2 പോയിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ 10 ഡിവൈഡഡ് ബൈ എന്ത് വരും? 2, അല്ലെങ്കിൽ 5 ആണെങ്കിൽ 5 വരും. അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് ക്യാപിറ്റൽ ടി നമുക്ക് കണ്ടുപിടിക്കാം. ടൈം തരിക, നമ്പർ ഓഫ് ഓസിലേഷൻ പറഞ്ഞാൽ നമുക്ക് ഏതൊരു മോഷനിലും പീരീഡ് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെയാണ് ഫ്രീക്വൻസി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ കോൺസെപ്റ്റും ഇക്വേഷൻസ് ക്ലിയർ ആയി മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തറോലി നമ്മൾ പഠിച്ചു വെക്കുക. ഒരിക്കലും ഒരു കൺഫ്യൂഷന്റെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അടുത്ത ടേം എന്താണ്? ഫ്രീക്വൻസിയാണ്. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. SI യൂണിറ്റ് ഇസ് ഹെർട്സ്, HZ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമാണ് പീരീഡ്. ഇനി ഒരു സെക്കൻഡിനുള്ളിൽ എത്ര ഓസിലേഷൻ നടന്നു, ആ നമ്പർ ഓഫ് ഓസിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി F എന്ന് പറയുന്നത്. ഇതിന്റെ SI യൂണിറ്റ് വന്നിട്ട് ഹെർട്സ് ആണ്, HZ എന്ന് ഡിനോട്ട് ചെയ്യും. അറിയാം അല്ലെ? ഹെൻറിച്ച് ഹെർട്സിന്റെ
ബഹുമാനാർത്ഥം നമ്മൾ ഫ്രീക്വൻസിക്ക് കൊടുത്ത യൂണിറ്റ് ആണ് ഹെഡ്സ്. അപ്പോൾ ഇത് ടൈമാണ് ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഇത് നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എഫിനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/t, അതായത് 1 സെക്കൻഡിലല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ടൈം പീരീഡ് എത്രയാണെന്ന് അറിയാമെങ്കിൽ അതിനെ 1 വെച്ച് 1/t ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഫ്രീക്വൻസി കിട്ടും. അത്രയും ഹെഡ്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്ന അടുത്തൊരു കുറച്ച് ടേംസ് ആണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. എന്താണ് അത്? ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി 1.5 ഹാക്സോ ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് നമുക്ക് ഈ ഒരു ടേംസ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഇൻക്ലൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് സോഴ്സ് ട്യൂണിംഗ് ഫോർക്ക് ഓൺ എ ടേബിൾ. ഇത്രയേ ഉള്ളൂ. നമുക്ക് വൈബ്രേഷൻ രണ്ട് തരത്തിലുണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ട്, അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ട്. നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെയും സഹായമില്ലാതെ തന്നെ ആ ഒബ്ജക്റ്റ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യാം, അല്ലേ? അങ്ങനത്തെ കേസുകളിൽ അത് നാച്ചുറൽ വൈബ്രേഷൻ ആണ്. പക്ഷെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആ പേരിലുണ്ട്, ഫോഴ്സ് ചെയ്യുന്നു, ആരോ ഫോഴ്സ് ചെയ്യുന്നു. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വൈബ്രേറ്റിംഗ് സോഴ്സ്, അതായത് നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ആര്? പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വൈബ്രേറ്റിംഗ് സോഴ്സ് ഉണ്ട്. അതിന്റെ മേലെ ഈ സാധനം കൊണ്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ മറ്റൊരാളുടെ സഹായം കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന വൈബ്രേഷനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുക. ട്യൂണിംഗ് ഫോർക്ക് ഓൺ എ ടേബിൾ, അല്ലേ? നമുക്ക് പറയാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യുക. നമ്മൾ ഒരു സ്പ്രിങ് വെച്ചു, സ്പ്രിങ് മേശയുടെ മുകളിൽ വെച്ച് നമ്മൾ കൈകൊണ്ട് ആ സ്പ്രിങ്ങിനെ മനഃപൂർവ്വമായിട്ട് വലിച്ചിടുക എന്ന് വെച്ചാൽ അത് കിടന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും, അല്ലെ? ഓസിലേറ്ററി മോഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. നാച്ചുറൽ നടക്കുന്നതായി അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പേരിലുണ്ടല്ലോ. ദ നെക്സ്റ്റ് വൺ ഇസ് ദ റെസൊണൻസ്. റെസൊണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫ്യൂച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട് മാച്ചസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്ട് ഇരിക്കുന്നുണ്ട്, പുറത്തൊരു എക്സ്റ്റേണൽ ഒബ്ജക്ട്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് വൈബ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ ഈ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇനി ഈ രണ്ടെണ്ണത്തിന്റെയും, അതായത് റെസ്റ്റിലിരിക്കുന്ന ഈ ബോഡിയുടെയും പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ടല്ലോ, ഇതിന്റെ രണ്ടിന്റെയും ഫ്രീക്വൻസി തമ്മിൽ മാച്ച് ആയെന്ന് വിചാരിക്കാം. ആ മാച്ച് ആവുന്ന സന്ദർഭത്തിലാണ് നമ്മൾ എന്താ പറയുന്നത്? റെസൊണൻസ് വരുന്നത്. ആ മാച്ച് ആവുന്ന രീതി, അതായത് റെസൊണൻസ് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് എന്താ? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അത് കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പറ്റാവുന്നതിന്റെ പരമാവധി, അതിനപ്പുറം ഒരു ആംപ്ലിറ്റ്യൂഡ് ഇല്ല. ഇതിന് സിമ്പിൾ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു സോൾജിയേഴ്സ്, കുറച്ചധികം സോൾജിയേഴ്സ് അവര് മാർച്ച് പാസ്റ്റ് ചെയ്യായിരുന്നു. നമുക്കറിയാലോ, സോൾജിയേഴ്സ് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ മാർച്ച് ചെയ്യാൻ, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി, അല്ലെ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ട്, നാച്ചുറൽ വൈബ്രേഷൻ ഉണ്ട്. ആ നാച്ചുറൽ വൈബ്രേഷന്റെ ഭാഗമായിട്ട് സാധനം ഇപ്പൊ പാലാണ്, ആ ബ്രിഡ്ജിന് അതിന് തനതായിട്ടുള്ള അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു ഫ്രീക്വൻസിയിലാണ് അത് കിടന്ന് ആടുക. ഒരാളുടെ ഹെൽപ്പില്ലാതെ തന്നെ ആടിക്കോളും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ. ഇനി ഈ സോൾജേഴ്സ് ഇതിന്റെ മുകളിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് മാർച്ച് പാസ്റ്റ് ചെയ്യുക. അപ്പോ അവരിങ്ങനെ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ അവരാ ഒരു താളത്തിന് ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, അവരങ്ങനെ അങ്ങനെ നടക്കുന്നതിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, അവരങ്ങനെ നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നിർഭാഗ്യവശാൽ അവരാ നടക്കുന്ന ഫ്രീക്വൻസിയും അതേപോലെ തന്നെ നമ്മുടെ ബ്രെത്തിന്റെ നാച്ചുറൽ ആയിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ട് പറഞ്ഞില്ല, ഇത് രണ്ടും കൂടി മാച്ചായി. എന്ത് സംഭവിച്ചു? റെസൊണൻസ് സംഭവിച്ചു. റിസൾട്ട് എന്താ? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. ഒന്നുമില്ല, റിസൾട്ട് പറഞ്ഞ പോലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ആ ബ്രിഡ്ജ് കിടന്ന് ആടാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ആ നടക്കുന്ന ബ്രിഡ്ജാണ്, അതൊരു പരിധിക്ക് അപ്പുറം കിടക്കുന്ന അങ്ങനെ ആടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീഴും എല്ലാവരും, അല്ലെ? അങ്ങനെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അത് കിടന്ന് ആടി, നാച്ചുറൽ ഫ്രീക്വൻസിയെക്കാട്ടിലും അധികം കിടന്ന് ആടി ആ ബ്രിഡ്ജ് പൊട്ടി വീണു എന്നാണ് പറയുന്നത്. അത് വലിയൊരു ആക്സിഡന്റിലാണ് അവസാനിച്ചത്. അപ്പൊ അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റെസൊണൻസ് ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പഠിപ്പിച്ചിരുന്ന കഥയാണ്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ, നമ്മുടെ ഈ ഏത് ഒബ്ജക്റ്റ് ആണോ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസിയുടെ മാച്ച് ചെയ്യാണ്. രണ്ട് ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസി നമ്മൾ മാച്ച് ആവുന്ന റെസൊണൻസ് സംഭവിക്കും. റെസൊണൻസിന്റെ റിസൾട്ട് ആയിട്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഈ ബോഡി കിടന്ന് വൈബ്രേറ്റ് ചെയ്യണം.
റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്ക് ആക്ടിവിറ്റി 1.6 PVC പൈപ്പിംഗ് ബീക്കർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി ആണ്. By varying the length of the air column inside a pipe immersed in water, we hear a louder sound at a specific stage. അതായത് നമ്മളെ PVC പൈപ്പിന്റെ ഉള്ളിൽ എന്തായിരിക്കും, എയർ നിറഞ്ഞു നിർത്തുന്നുണ്ടായിരിക്കും. ആ പൈപ്പിന്റെ നീളം കൂട്ടുന്നതും കുറയ്ക്കുന്നതും അനുസരിച്ച് നമ്മൾ ഈ പൈപ്പ് വെള്ളത്തിൽ മുക്കി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ആണെങ്കിൽ നമുക്ക് കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് പലതരത്തിൽ, കേൾക്കുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. എന്ത്, ഈ പൈപ്പിന്റെ ലെങ്ത് മാറുന്നതിനനുസരിച്ച്. Occurs when air column frequency matches the tuning fork frequency utilized in musical instruments like trumpets and നാഗസ്വരം. നാഗസ്വരം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതിലൊക്കെയും നമ്മൾ കേൾക്കുന്ന ശബ്ദം, എങ്ങനെയാണ് ശബ്ദം പ്രകടിപ്പിക്കുന്നത്? ഫ്രീക്വൻസി വേരിയേറ്റ് ചെയ്തിട്ടാണ്. കൂടിയ ശബ്ദം കേൾക്കാം, കുറഞ്ഞ ശബ്ദം കേൾക്കാം. അതായത് നമുക്ക് ഫ്രീക്വൻസി വേരിയേഷൻ നടത്താൻ പറ്റും. ഇപ്പൊ PVC പൈപ്പിന്റെ കാര്യത്തിൽ അതിന്റെ ലെങ്ത് നീട്ടി കുറച്ച പോലെ. നിങ്ങൾ ആ ആക്ടിവിറ്റി 1.6 എന്ന ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു നോക്കാം, ഈസി ആയിട്ട് കിട്ടും. എന്തായാലും റെസൊണൻസ് എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. പിന്നെ നമുക്ക് എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. വേവ് മോഷന്റെ ബേസിക്സ് ആണ് പറയുന്നത്. Wave motion is the mode of transfer of energy through a medium via oscillations without a bulk displacement of matter. എല്ലായിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും വേവ് മോഷൻ. എന്താണ് ഈ വേവ് മോഷൻ? നേരത്തെ ഓസിലേറ്ററി മോഷൻ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു. വേവ് മോഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ് നടക്കുന്നത്. നമുക്കറിയാം എനർജി നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി എന്താ പറയുന്നത്? എനർജി cannot be created nor be destroyed അല്ലെ. നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ എനർജി പറ്റില്ല. നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമാണ് എന്ത് പറ്റുള്ളൂ? എനർജി പറ്റുള്ളൂ. ഇവിടെ വേവ് മോഷനിൽ എനർജി ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. എന്തിലൂടെ? ത്രൂ എ മീഡിയം. ഒരു മീഡിയം വേണം. അത് എയർ ആവാം, വാട്ടർ ആവാം, അതൊന്നും പ്രശ്നമില്ല. മീഡിയത്തിലൂടെ എനർജി ട്രാൻസ്ഫർ നടത്തുന്നു. അത് എന്ത് വഴിയാണ് നടക്കുന്നത്? ഓസിലേഷൻസ് ആയിട്ടാണ് നടക്കുന്നത്. ഈ ഓസിലേഷൻസിലൂടെ എനർജി ട്രാൻസ്ഫർ നടത്തുന്നു ഒരു മീഡിയത്തിന്റെ ഉള്ളിൽ. വിത്തൗട്ട് ബൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മാറ്റർ. എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, മാറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കോൺസ്റ്റന്റ് ആയി നിൽക്കും, എനർജി മാത്രമാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മോഷനാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കുളത്തില് ഒരു കല്ല് എടുത്തെറിഞ്ഞു, എന്തുണ്ടാവുന്നുണ്ട്? ഓളങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. വേവ് മോഷൻ എക്സാമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇനി പാർട്ടിക്കിൾസ് മൂവ്സ് അബൌട്ട് ഇക്വിലിബ്രിയം, ദേ ഡോണ്ട് ട്രാവൽ വിത്ത് ദ വേവ്. പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്, അബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ അനുസരിച്ച് അവർ മൂവ് ചെയ്യുന്നുണ്ട്, എനർജി ട്രാൻസ്ഫർ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അവർ വേവിന്റെ കൂടെ പോകുന്നില്ല. അതാണ് പറഞ്ഞത്, മാറ്റർ ട്രാൻസ്ഫർ നടക്കുന്നില്ല, എനർജി ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നുള്ളൂ. പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടായിരിക്കും, അവരുടെ എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എനർജി ഈസ് ട്രാൻസ്ഫർ ടു അഡ്ജസന്റ് പാർട്സ് ഓഫ് ദ മീഡിയം സീക്വൻഷ്യലി. ഞാൻ പറഞ്ഞു ഇത്രയാണ്. ദെൻ വേവ് ടൈപ്സ് ആണ് പറയുന്നത്. വേവ് മോഷൻ എന്താണെന്ന് പഠിച്ചു, മാറ്റർ ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്ന് പഠിച്ചു. ഇനി രണ്ട് ടൈപ്പ് ഓഫ് വേവുകളാണ് നമുക്കുള്ളത്. ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സും ഉണ്ട്. എന്താണ് ലോങ്ജിറ്റ്യൂഡിനൽ, എന്താണ് ട്രാൻസ്വേഴ്സ്? ലോങ്ജിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു വേവ് പ്രൊപ്പഗേഷൻ, ഫോംസ് കംപ്രഷൻസ്, ഹൈ പ്രഷർ ആൻഡ് റയർഫാക്ഷൻസ്, ലോ പ്രഷർ. എക്സാമ്പിൾ ആണ് സൗണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു, ആ പാർട്ടിക്കിൾസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും അല്ലെ. വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് പാരലൽ ടു വേവ് പ്രൊപ്പഗേഷൻ. അതായത് വേവ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. മനസ്സിലായോ? പാരലൽ ആയിട്ടുള്ള മോഷൻ. വേവ് ഇങ്ങോട്ടാണെങ്കിൽ പാർട്ടിക്കിൾ ഇങ്ങോട്ട്, അങ്ങനെ പാരലൽ മൂവ്മെന്റ് ആണ് നടക്കുന്നത് എങ്കിൽ ആ ടൈപ്പ് ഓഫ് വേവുകളെ നമ്മൾ എന്ത് പറയും? ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം. അതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്നത് കംപ്രഷൻ ആണ്. ഹൈ പ്രഷർ ഏരിയ ആൻഡ് റയർഫ്രാക്ഷൻ, ലോ പ്രഷർ. ഇവിടെ നോക്കി നോക്കൂ, ഈ ഡാർക്കൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് കംപ്രഷൻ ആണ്, അത് ഹൈ പ്രഷർ റീജിയൻ ആണ്. ഈ ലൈറ്റ് വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന റയർഫ്രാക്ഷൻ, അത് ലോ പ്രഷർ. അതായത് പാർട്ടിക്കിൾസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും, പാരലൽ ആയിട്ട് വേവ് പ്രൊപ്പഗേഷൻ. അതിന്റെ റിസൾട്ട് ആയിട്ട് ചില ഭാഗത്ത് വളരെയധികം പ്രഷർ കൂടുതലായിരിക്കും, അപ്പൊ അത് കംപ്രഷൻ ആണ്. ചില ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും, ചിലപ്പോൾ പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ അത് ലോ പ്രഷർ റീജിയൻ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സൗണ്ട് വേവ്, നമ്മുടെ സൗണ്ട് വേവ് എക്സാമ്പിൾ ആണ് എന്തിന്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്. ഇനി ട്രാൻസ്വേഴ്സ് വേവ് ആണ്. നേരത്തെ പാരലൽ ആയിട്ടാണെങ്കിൽ ട്രാൻസ്വേഴ്സിൽ അപ്പൊ പാർട്ടിക്കിൾസ് എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക? പെർപെൻഡിക്കുലർ ടു വേവ് പ്രൊപ്പഗേഷൻ. വേവ് അതാണ് ഈ ഫിഗർ. വേവ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. വേവ് ഇങ്ങോട്ടാണെങ്കിൽ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ വൈബ്രേഷൻ. നേരത്തെ വേവ് ഇങ്ങോട്ടാണെങ്കിൽ പാർട്ടിക്കിൾ ഇങ്ങോട്ട്, ഇത് പാരലൽ. ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ. അത്രയുള്ള വ്യത്യാസം.
എന്ത് ഫോം ചെയ്യുക? ക്രസ്റ്റ് ആൻഡ് ട്രഫ്. നേരത്തെ എയർ ഫ്രാക്ഷൻ കംപ്രഷൻ ആണെങ്കിൽ ഇവിടെ ക്രസ്റ്റും ആണ് ട്രഫും ആണ്. എന്താണ് ക്രസ്റ്റ്, എന്താണ് ട്രഫ്? ഇതാണ് ക്രസ്റ്റ്, മുകൾ ഭാഗം അല്ലെ, ഉയർന്നു നിൽക്കുന്ന മുകൾ ഭാഗം ക്രസ്റ്റ്, താഴ്ഭാഗമാണ് ട്രഫ്. ഇങ്ങനത്തെ ക്രസ്റ്റുകളും ട്രഫുകളും ക്രസ്റ്റും ട്രഫും ആയിട്ടാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുക. നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള ഈ വേവ് ഫോം, നമ്മൾ ഒരു വേവ് വരയ്ക്കാൻ പറഞ്ഞ എങ്ങനെയല്ലേ വരയ്ക്കുക? ഒരു ക്രസ്റ്റും ഉണ്ടായിരിക്കും, ഒരു ട്രഫും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ, ഇത് ട്രാൻസ്വേഴ്സ്. വളരെ സിമ്പിൾ ആണ്. ട്രാൻസ്വേഴ്സിന്റെ എക്സാമ്പിൾ നോക്കൂ. ലൈറ്റ്, വാട്ടർ റിപ്പിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ കുളത്തിൽ നമ്മൾ കല്ലിട്ടുണ്ടാവുന്ന ഓളങ്ങൾ, വാട്ടർ റിപ്പിൾസ്, അതേപോലെ ലൈറ്റ് വേവ് ഒക്കെ ട്രാൻസ്വേഴ്സ് ആണ്. സൗണ്ട് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. ദ വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം ഫിസിക്സിലെ ഫണ്ടമെന്റൽ ആയ ഒരു ഇക്വേഷൻ ആണ് എന്ത്? വേവ് ഇക്വേഷൻ. സ്പീഡ് ഓഫ് എ വേവ്, അതാണ് വി. വെലോസിറ്റി, സ്പീഡ് എന്നൊക്കെ പറയുന്ന വി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഫ്രീക്വൻസി എഫ്. ഫ്രീക്വൻസി എന്താണ് ഞാൻ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് വേവ് ലെങ്ത് ലാംഡ. വേവ് ലെങ്ത് ലാംഡ. ലാംഡ എന്ന് പറയുന്നത് 1/f ആണ്. അതായത് ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് എന്ത്? വേവ് ലെങ്ത്. ഓക്കെ അല്ലേ? അപ്പൊ v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. എഫ് ഈസ് എ ഫ്രീക്വൻസി, ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത് ആണ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ടേംസ് ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. ആംപ്ലിറ്റ്യൂഡ് എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് മെയിൻ പൊസിഷനിൽ നിന്ന്. വേവ് ലെങ്ത് ലാംഡ എന്താണെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ കംപ്രഷൻ. ഞാൻ പറഞ്ഞു വേവുകൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. ക്രസ്റ്റ് ആയിട്ടും ട്രഫ് ആയിട്ടും ട്രാൻസ്വേഴ്സ് വേവിൽ ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഒരു ക്രസ്റ്റ്, ഇതൊരു ട്രഫ്. ഇനി വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ്, പിന്നെ ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ്. നിങ്ങൾ വരച്ചത് വൃത്തികേടുണ്ടാകും നോക്കണ്ട. അപ്പോൾ ഒരു ട്രഫ്, ഈ ഒരു ട്രഫും അടുത്ത ഒരു ട്രഫും, ഇവ രണ്ടും തമ്മിൽ അഡ്ജസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവായി കിടക്കുന്ന ഈ രണ്ട് ട്രഫുകൾക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. ട്രഫിന്റെ കാര്യം മാത്രമല്ല, ക്രസ്റ്റും. ഒരു ക്രസ്റ്റ്, അടുത്ത ക്രസ്റ്റ്, ഈ രണ്ട് ക്രസ്റ്റുകൾക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ വി എന്ന് പറയുന്നത് എന്താണ്? എഫ് ലാംഡയാണ്. കിട്ടിക്കഴിഞ്ഞൂലോ. ഇനി അടുത്തത് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് സ്പീഡ്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേവ് ഇക്വേഷൻ അങ്ങനെ നോട്ട് ചെയ്യുക. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. റിഫ്ലക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതേപോലെ തന്നെയാണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. നോക്കുക, ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ കൊടുത്ത ആക്ടിവിറ്റി 1.17 ആണ് PVC പൈപ്പിന്റെ ഫ്ലോക്ക്. ഇതിന്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് PVC പൈപ്പ്, നമ്മുടെ ഫ്ലോക്ക്. സൗണ്ട് ഇതാ പോയി തട്ടി റിഫ്ലക്ട് ചെയ്തു, തിരിച്ച പൈപ്പിലൂടെ നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ചുമര്, ഇത് ടേബിൾ ആണ്. ഇത് തട്ടി തിരിച്ച് ഇയറിലേക്ക്. ഇത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന്റെ എക്സാമ്പിൾ ആണ്. നോക്കാം. സൗണ്ട് വേവ്സ് റിഫ്ലക്ട് വെൻ ദി സ്ട്രൈക്ക് സർഫസസ് ജസ്റ്റ് ലൈക്ക് ലൈറ്റ്. ലൈറ്റ് എങ്ങനെയാണ്? ഒരു സർഫസിൽ തട്ടി തിരിച്ചു വരും അല്ലെ, അതേപോലെ തന്നെ സൗണ്ട് വേവ്സ് അത് സർഫസിൽ തട്ടി സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു വരും. ഇതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? റിഫ്ലക്ട് സൗണ്ട് ഇഫക്റ്റീവ്ലി. എക്സാമ്പിൾ ആയിട്ട് ഗ്ലാസ്. സ്മൂത്ത് ആയിട്ടുള്ള സർഫസ്, എക്സാമ്പിൾ ഗ്ലാസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് വരും, അതിലൊരു തടസ്സം ഉണ്ടാവില്ല. പക്ഷെ റഫ് സർഫസ് ആണെങ്കിൽ scatter or absorb the sound, decreasing the loudness. റഫ് സർഫസ് ആണെങ്കിൽ നമുക്കറിയാം, റഫ് സർഫസ് എന്ന് പറയുമ്പോൾ ഇറഗുലർ ആയിട്ടായിരിക്കും പാറ്റേൺ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് സ്മൂത്ത് അല്ല, ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവും? ആ ഒബ്സ്റ്റക്കിൾസ്, ആ തടസ്സങ്ങൾ ഈ സൗണ്ടിനെ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ വരുന്ന സൗണ്ടിനെ തട്ടിത്തെറിപ്പിച്ചു വിടും. അതുകൊണ്ട് തന്നെ റിസൾട്ടിംഗ് ആയി കിട്ടുന്ന ആ ഒരു ലൗഡ്നെസ്സിൽ എന്തുണ്ടായിരിക്കും? ഒരു ഡിക്രീസ് ഉണ്ടായിരിക്കും. നമുക്ക് നല്ല രീതിക്ക് ശബ്ദം ഫുള്ള് റിഫ്ലക്ട് ചെയ്ത് വരിക, ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും റഫ് സർഫസ് ആണെങ്കിൽ. ഇനി പറയുന്നത് സൗണ്ടിന്റെ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ട് എന്താ ഉപകാരം? യെസ്, ഒരുപാട് യൂസസ് ഉണ്ട്. നമുക്ക് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ടല്ലേ നമുക്ക് നമ്മളെ പരസ്പരം കാണാൻ കഴിയുന്നതും മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന യൂസസ് ആ പറയുന്നത്. സൗണ്ട് ബോക്സ് എന്താണ്? കേർവ്ഡ് ബോർഡ്സ് പ്ലേസ്ഡ് ബിഹൈൻഡ് എ സ്പീക്കർ ടു റിഫ്ലക്ട് ആൻഡ് സ്പ്രെഡ് സൗണ്ട് യൂണിഫോംലി അക്രോസ് എ ഹോൾ. നമ്മൾ സ്പീക്കർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനൊരു സൗണ്ട് ബോർഡ് ഉണ്ട്. അതൊരു കർവ്ഡ് ബോർഡ്.
സ്പീക്കറിന് ബിഹൈൻഡ് ആയിട്ട് നമ്മളത് പ്ലേസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ശബ്ദം കേൾക്കണം അല്ലേ? അതും ഒരു റൂം അല്ലെങ്കിൽ ഒരു വലിയ ഹോളൊക്കെ ആണെങ്കിൽ അതിൽ ഫുള്ള് നല്ല രീതിക്ക് നല്ല ലൗഡ്നെസ്സിൽ ഒരേപോലെ യൂണിഫോംലി സൗണ്ട് സ്പ്രെഡ് ചെയ്ത് കേൾക്കണം, റിഫ്ലക്ട് ചെയ്ത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന സ്പീക്കറിനെ ബിഹൈൻഡ് ആക്കി വെക്കുന്ന ബോർഡാണ് സൗണ്ട് ബോർഡ്. ആ സൗണ്ട് ബോർഡ് എന്ത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന റിഫ്ലക്ഷൻ സൗണ്ട് ആണ്. അത് ഉപയോഗിച്ചിട്ടാണല്ലോ അത് ഹോൾ മൊത്തം നല്ല രീതിക്ക് സൗണ്ട് കൊടുക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് കർവ്ഡ് സീലിംഗ്സ്. Halls and conference rooms use curved ceilings to reflect sound waves to all corners of the audience. നിങ്ങൾക്കറിയാം, കോൺഫറൻസ് റൂം ഒക്കെ നടക്കുന്ന സമയത്ത് ഹോളുകളിലൊക്കെ കർവ്ഡ് ആയിരിക്കും സീലിംഗുകൾ. കാരണം എന്താ? അത് സൗണ്ട് പ്രൂഫിങ് കൊടുക്കുന്നതാണ്. സൗണ്ട് പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകരുത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതിന്റെ ഉള്ളിൽ തന്നെ നല്ല രീതിക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് ഓഡിയൻസിന് നല്ല രീതിക്ക് ശബ്ദം കേൾക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കർവ്ഡ് ആയിട്ടുള്ള സീലിംഗുകളായിരിക്കും വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഹോളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അതൊക്കെ സൗണ്ട് പ്രൂഫിംഗ് ആണ്. അത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. Last one is megaphone. Horns and megaphone use multiple reflections to direct sound in a specific forward direction. നമുക്ക് വണ്ടികളുള്ള ഹോൺ ആയിക്കോട്ടെ, മെഗാഫോണുകളൊക്കെ ഒരുപാട് ഒരു റിഫ്ലക്ഷൻ അല്ല, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടത്തുന്ന സൗണ്ടിന്. അങ്ങനെയാണ് നമുക്കൊരു സ്പെസിഫിക് ഡയറക്ഷനിലെ സൗണ്ട് അത്രയും ശക്തിക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് റിഫ്ലക്ഷൻ, എന്താണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്കോ ആൻഡ് പെർസിസ്റ്റൻസ്. എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണല്ലേ എക്കോ. എന്താണ് എക്കോ ആൻഡ് പെർസിസ്റ്റൻസ്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയർ, നമ്മൾ ഇതേപോലെ തന്നെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഉണ്ട് കേട്ടോ. ഇത് ഹിയറിംഗ് ആണ്. അവർ ഇയർ റീറ്റെയിൻസ് എ സൗണ്ട് സെൻസേഷൻ ഫോർ 1/10 ഓഫ് എ സെക്കൻഡ്, ദാറ്റ് ഈസ് 0.1 സെക്കൻഡ്. അതായത് നമ്മളൊരു ശബ്ദം കേട്ടു, ഇപ്പൊ ഒരു എന്ത് ശബ്ദമായിക്കോട്ടെ, നമ്മൾ ശബ്ദം കേട്ടു. ഒരു കുട്ടി കരയുന്നതാണെന്ന് വിചാരിക്കുക, ശബ്ദം നമ്മൾ കേട്ടുവെങ്കിൽ ആ ശബ്ദം നമ്മുടെ ചെവിയിൽ 1/10 ഓഫ് എ സെക്കൻഡ് തങ്ങി നിൽക്കുമെന്നാണ് പറയുന്നത്. അതായത് 0.1 സെക്കൻഡ് നമ്മൾ കേട്ട ആ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ആ ശബ്ദം 0.1 സെക്കൻഡ് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. അതിനുശേഷമാണ് അത് ഇല്ലാണ്ടായി പോവുക. ഒരു 0.1 സെക്കൻഡ് ആ ചെവിക്കുള്ളിൽ അത് തങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഇതേപോലെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഉണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചിന്തിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കുറേ നേരം ലൈറ്റ് കത്തണം നോക്കി വിചാരിക്കുക, ബൾബ് ഇങ്ങനെ നോക്കി നീങ്ങി, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം പുറത്തോ എവിടേക്കെങ്കിലും കാഴ്ച മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിലും ആ ബൾബ് കത്തുന്ന ആ ഒരു വൈറ്റ് പ്രകാശം നമ്മുടെ കണ്ണിൽ കുറച്ചു നേരം തങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? എന്തിനെങ്കിലും മുകളിൽ കുറച്ചു നേരം നോക്കി പിന്നെ കാഴ്ച എടുക്കുന്ന സമയത്ത് കുറച്ചു നേരം അത് അവിടെ ഇവിടെ തങ്ങി നിൽക്കും. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് 1/16 സെക്കൻഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ 1/10, 0.1 സെക്കൻഡ് ആ ശബ്ദം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. ഇനി ടു ഹിയർ ആൻഡ് എക്കോ ഡിസ്റ്റിങ്ക്ട്ലി ദ റിഫ്ലക്റ്റഡ് സൗണ്ട് മസ്റ്റ് റീച്ച് ദ ഇയർ ആഫ്റ്റർ 0.1 സെക്കൻഡ്. എക്കോ കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഈ റിഫ്ലക്ട് ചെയ്ത സൗണ്ട് ഇയറിൽ 0.1 സെക്കൻഡിന് ശേഷം പിന്നെയും കിട്ടിയാൽ മാത്രമേ എക്കോ കേൾക്കുള്ളൂ. 0.1 സെക്കൻഡ് വരെ അത് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും റിഫ്ലക്റ്റഡ് സൗണ്ട് നമ്മുടെ ചെവിയിൽ എത്തുകയാണെങ്കിൽ നമുക്കൊരു എക്കോ കേട്ട പോലെ തോന്നും, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്ന പോലെ തോന്നും. ഇനി an echo is a distinct sound here due to the reflection of initial sound from a distant obstacle. നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തടസ്സം ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ മുകളിൽ തട്ടി സൗണ്ട് പിന്നെയും നമ്മുടെ ചെവിയിൽ എത്തുന്ന സമയത്ത് നമുക്കൊരു റിപ്പീറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? എക്കോ നമ്മൾ പറയുന്നത്. അടുത്തതാണ് റിവർബറേഷൻ. റിവർബറേഷൻ എന്താണ് പേര് മനസ്സിലാക്കുക, അതൊരു ഫിനോമിനയാണ്. റിഫ്ലക്ഷൻ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിവർബറേഷൻ, the lingering of sound due to repeated multiple reflections even after the source is stopped. അതായത് ഈ സൗണ്ട് പുറത്തെത്തിക്കുന്ന സോഴ്സ് നമ്മൾ നിർത്തിയിട്ടുണ്ടാവും. സ്പീക്കർ ആണെങ്കിൽ സ്പീക്കർ നമ്മൾ നിർത്തി, എല്ലാം നിർത്തി. എന്നിരുന്നാലും ഈ സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് നിൽക്കുന്നില്ല. ആ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം സൗണ്ട് പിന്നെയും നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. സോഴ്സ് നിർത്തി കഴിഞ്ഞാലും സൗണ്ട് കണ്ടിന്യൂസ്ലി നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ടൈപ്പ് ഓഫ് ഫിനോമിനൻ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് കൊണ്ട് ഉണ്ടാവുന്ന ഫിനോമിനെ പേരെന്താണ്? റിവർബറേഷൻ. ഓക്കെ, നമുക്കത് എങ്ങനെ കുറയ്ക്കാം? കാരണം നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? സൗണ്ടിന്റെ സോഴ്സ് നിർത്തി പിന്നെയും ഇത് നമുക്ക് ചെവിക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. നമുക്കത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? യൂസിങ് റബ് സർഫസസ് ഓൺ വാൾസിന്റെ മുകളിൽ റബ് സർഫസ് ഉപയോഗിക്കാൻ പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റബ് സർഫസ് ഉപയോഗിക്കുമ്പോൾ സൗണ്ട് മൊത്തം റിഫ്ലക്റ്റ് ആയി പോകുന്നതിന് പകരം എന്ത് ചെയ്യും? അബ്സോർപ്ഷൻ നടക്കും, സ്കാറ്ററിങ് സംഭവിക്കും. അതുകൊണ്ട് മൊത്തം സൗണ്ട് നമ്മൾ ചെവിയിലെത്തില്ല. അതുകൊണ്ട് റബ് സർഫസ് യൂസ് ചെയ്യുക വോയിസിൽ.
പിന്നെ ഹെവി കേർട്ടൻസ് ആൻഡ് അക്വസ്റ്റിക് ടൈൽസ്. ഹെവി ആയിട്ടുള്ള കേർട്ടൻസ് ഉപയോഗിക്കുക. പിന്നെ അക്വസ്റ്റിക് ടൈൽസ് ഉണ്ട്, അതായത് സൗണ്ട് പ്രൂഫിങ് കൊടുക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള അക്വസ്റ്റിക് ടൈൽസ് ഇന്ന് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച് അത്രയും സൗണ്ടിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് പറയുന്നത് ഹെവി കർട്ടനൊക്കെ. പിന്നെ കംപ്രസ്ഡ് ഫൈബർ ബോർഡ്സ് ഓർ സ്പോഞ്ച് പാഡിങ്സ്, ഇങ്ങനത്തെ കുറച്ച് ബോർഡുകളും പാഡിങ്ങുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തടയാൻ വേണ്ടിയിട്ട് പറ്റും, റിവർബറേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓഡിയബിലിറ്റി റേഞ്ചസ്. നമ്മുടെ മനുഷ്യന് ഹ്യൂമൻസിന് ഓക്കെ ആയിട്ടുള്ള ഓഡിയബിൾ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ്. ഹ്യൂമൻസ് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദം മാത്രമാണ് നമുക്ക് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്നത്. 20,000-ന് മുകളിൽ ഫ്രീക്വൻസിയിലുള്ള ശബ്ദവും 20 ഹെഡ്സിന് താഴെ ഫ്രീക്വൻസിയിലുള്ള ശബ്ദവും നമ്മൾക്ക് കേൾക്കാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനത്തെ ശബ്ദങ്ങൾ നേച്ചറിൽ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അത്ഭുതമാണ്. ആ അത്ഭുത ലോകത്തിനുള്ളിൽ പല പല ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്ക് ആകെ കേൾക്കാൻ പറ്റും 20 ഹെഡ്സെറ്റ് 20,000 ഹെഡ്സ് മാത്രമാണ്. ബാക്കിയുള്ള ശബ്ദത്തിനോടൊക്കെ നമുക്ക് എന്താ പറയാ, സൈലന്റ് ആയിരിക്കാൻ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ഹ്യൂമൻസിന്റെ ഓഡിയബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് മാത്രമാണ്. ഇൻഫ്രാസോണിക് എന്താ, അൾട്രാസോണിക് എന്താ, ഈ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും ഡിസ്ക്രൈബ് ചെയ്യുക. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാ ചെറുത് അല്ലെ, ബിലോ 20 ഹെഡ്സ്, അതായത് 20 ഹെഡ്സിന് താഴെ മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ, അതി ചെറിയ ശബ്ദങ്ങൾ അല്ല, ഫ്രീക്വൻസി ശബ്ദങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയും. എർത്ത് കേൾക്കാൻ പറ്റും നമുക്ക്. ചില തീവ്രത കൂടിയ എർത്ത് ഒരു എഫക്റ്റ് നമുക്ക് കാണാനും കേൾക്കാനും പറ്റുമെങ്കിലും ഇൻഫ്രാസോണിക് ആണ് എർത്ത്. നമുക്കതിന്റെ ആ സോൾ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം അത് 20 ഹെഡ്സിന് താഴെയാണ്. അൾട്രാസോണിക് എബവ് 20,000 ഹെഡ്സ്, അത്രയും ഹൈ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങളാണ്. ബാറ്റ്സ്, സോണാർ, വവ്വാലുകൾ അല്ലെ, ബാറ്റ്സ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് അൾട്രാസോണിക് ആണ്, നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സോണാർ എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഈ ഓഡിയബിൾ റേഞ്ച് മനസ്സിലാക്കി വെക്കാം. എന്താണ് ഇൻഫ്രാ, എന്താണ് അൾട്രാസോണിക്. യൂസസ് ഓഫ് അൾട്രാസോണിക് ഞാൻ നേരത്തെ പറഞ്ഞു, എബവ് 20,000 ഹെഡ്സ്. അതിന്റെ യൂസ് എന്താ അൾട്രാസോണിക്കിന്റെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെഡിസിൻ ഫീൽഡിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ഇത് വരുന്നുണ്ട്. എന്തായാലും സോണാർ എന്താ നോക്കിയിരിക്കും. സോണാറിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോണാർ എന്താണ് യൂസ് ചെയ്യുന്നത്? സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, യൂസ് ടു മെഷർ ഡെപ്ത് ഓഫ് സീ ഓർ ഫൈൻഡ് അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ്. അതായത് സീയുടെ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോണാർ ഉപയോഗിക്കുക. അതേപോലെ അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ്, ഇപ്പൊ അണ്ടർ വാട്ടർ എന്തെങ്കിലും അപകടങ്ങളിലോ ഷിപ്രക്കിന്റെ ഒക്കെ ഭാഗമായി അണ്ടർ വാട്ടറിൽ ഒബ്ജക്റ്റ് കുടുങ്ങി കിടക്കുന്നുണ്ടായിരിക്കും. അത് എത്രത്തോളം ഡെപ്തിലാണ് കുടുങ്ങി കിടക്കുന്നത്, നമുക്കത് റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇരിക്കുമോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയണം. പക്ഷെ അതുകൊണ്ട് നമുക്ക് മനുഷ്യർക്ക് അത് താഴ്ന്നിറങ്ങി പോകാൻ പറ്റുമോ? പറ്റില്ല. ഓക്സിജന്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്. അപ്പോൾ ഈ ഡെപ്ത് ഓഫ് ദി സീയും അതിനടിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് സൗണ്ട് അറിയണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നാവിഗേഷൻ ഒബ്ജക്റ്റാണ് സോണാർ. കണ്ടോ, ഷിപ്പ് ഇതാണ് നമ്മുടെ സീ കേട്ടോ, സീ ബെഡ് ആണിത്. വാട്ടർ സർഫസ് ഇതാ, ഷിപ്പ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളൊരു ഡിറ്റക്ടർ വയ്ക്കും, ട്രാൻസ്മിറ്റർ ഇതാ സോണാർ വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഡിറ്റക്ടറിൽ പോയി തട്ടുന്നു. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം എത്രയാണ് സീയുടെ ഡെപ്ത് എന്ന്. ഇനി അതിന് വേണ്ടി നമ്മൾ ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് v × t/2, വെലോസിറ്റി ഇൻറ്റു എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ 2. എന്തിന്റെ വെലോസിറ്റി? സൗണ്ടിന്റെ വെലോസിറ്റി കേട്ടോ. മെഡിക്കൽ ഫീൽഡ്, അൾട്രാസോണോഗ്രഫി, ഇമേജിംഗ് ഓർഗൻസ്, നമുക്ക് ഓർഗൻസ് ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഇമേജിംഗ് നടത്തിയാൽ മാത്രമല്ല അതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഷേപ്പിന് വല്ല മാറ്റം ഉണ്ടോ, എന്നിട്ട് വേണം നമുക്ക് തുടർന്നുള്ള മെഡിക്കേഷനും ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് നടത്തണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓർഗൻസ് ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? അൾട്രാസോണോഗ്രഫിയാണ്. അൾട്രാസോണിക് വേവ്സ് നമ്മുടെ ബോഡിയിലൂടെ കടത്തി വരും. ക്രഷിംഗ് കിഡ്നി സ്റ്റോൺസ്, ഫിസിയോതെറാപ്പി. കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഒരു പരിധി വരെയാണ് നമുക്ക് മെഡിസിൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് കിഡ്നി സ്റ്റോൺസ് ഒക്കെ ക്രഷ് ചെയ്ത് കളയാൻ വേണം. അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഫീൽഡിൽ അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയധികം ഉപയോഗങ്ങളുണ്ടെങ്കിൽ ഡിസ്ട്രക്റ്റീവ് വേവ്സ് എല്ലാ തരത്തിലും ഉപകാരപ്രദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് ഉത്തരം. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വേവ്സ് ഉണ്ട്. എക്സാമ്പിൾ സീസ്മിക് വേവ്സ്, സുനാമി. സീസ്മിക് വേവുകളാണ് എപ്പോഴും എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ്. ഭൂകമ്പം നടക്കുന്നു, നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, സീസ്മിക് വേവ്സ് ആണല്ലേ കാരണം. Waves traveling through Earth's crust due to earthquakes or volcanic eruptions measured on Richter scale. ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരുന്നു റിക്ടർ സ്കെയിൽ ഇത്ര തീവ്രത രേഖപ്പെടുത്തി 7.5, 6.5 എന്നൊക്കെ. അപ്പോൾ
എർത്ത് ക്വേക്കിന്റെ ഭാഗമായിട്ട് എർത്തിന്റെ ക്രസ്റ്റിലൂടെ വേവ്സ് ട്രാവൽ ചെയ്യും. ആ വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ അതാണ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സിന്റെ സംഭവമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇത് മെഷർ ചെയ്യുക റിക്ടർ സ്കെയിലാണ്. നെക്സ്റ്റ് വണ്ണാണ് സുനാമി. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് സുനാമിനെ കുറിച്ച് അല്ലെ. Giant ocean waves caused by underwater earthquakes. Displacement of large volume of water creates massive energy wave. അണ്ടർ വാട്ടർ എർത്ത് ഉണ്ടാവും അതല്ലേ. നമുക്ക് സമുദ്രത്തിൽ എർത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താവുന്നുണ്ട്? ഒരുപാട് വലിപ്പത്തിലുള്ള ഓഷ്യൻ വേവ്. നമുക്ക് ചിന്തിക്കാം അങ്ങനെ അപ്പുറത്തെ വലിപ്പമാണ് ഓരോ വേവുകൾ, സുനാമി വേവുകൾ ഉണ്ടായിരിക്കുക. അങ്ങനത്തെ വേവുകളെയാണ് നമുക്ക് സുനാമി എന്ന് പറയുന്നത്. അതിലെ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് അതിന്റെ കൂടെ തള്ളിക്കയറി നമ്മുടെ കരയിലേക്ക് വന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. സേഫ്റ്റി മെഷർ എന്താണ്? ഫോളോ ഇൻസ്ട്രക്ഷൻ ഫ്രം സുനാമി വാർണിംഗ് സെന്റേഴ്സ് ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ് ആയിട്ട് തരുന്ന വാർണിംഗ്സ് തന്നെ നമ്മൾ അനുസരിക്കുക. അതിലൊന്നും ഒരു തരത്തിലുള്ള പേടി വിചാരിച്ച് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഉണ്ടാവുക. ചാപ്റ്റർ സമ്മറി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ സൗണ്ട് വേവ്സ്. ഓസിലേഷൻ എന്താണ്? ടു ആൻഡ് ഫ്രം മോഷൻ, റെസൊണൻസ്, ഈക്വൽ ഫ്രീക്വൻസി വരും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഒബ്ജക്റ്റ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ലോഞ്ചിറ്റ്യൂണൽ വേവ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്. നമ്മൾ പറഞ്ഞു വേവ് ഇക്വേഷൻ പഠിച്ചു, വി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്കോ എന്താണെന്ന് പഠിച്ചു. 17.5 മീറ്റർ ഡിസ്റ്റൻസ് റിക്വയർഡ് ആണ് എക്കോ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റെവർബറേഷൻ എന്താണെന്ന് പഠിച്ചു അല്ല, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട്. ഇനി ഓഡിയബിൾ റേഞ്ച് എന്താ പഠിച്ചു? ഇൻഫ്രാസോണിക് എന്താ, അൾട്രാസോണിക് എന്താ. അൾട്രാസൗണ്ട് എബൌട്ട് 20 കിലോ ഹെഡ്സ് ആണ്, അതിന്റെ യൂസസ് എന്താണ്, അതേപോലെ ഡിസ്ട്രക്റ്റീവായ വേവ്സ് ഏതൊക്കെയാണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ്? താങ്ക് യു ഫോർ അറ്റൻഡിങ് ദ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ലെൻസസ് ആൻഡ് വിഷൻ ആണ്. അപ്പോൾ SLC ചാപ്റ്റർ വൈസ് നോട്ട്സിന് എല്ലാത്തിനും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.